ഹിന്ദു കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ വലിയ ചൊറിച്ചിലാണ് ഈ തമിഴ്നാട് DMK-യിലെ നേതാക്കന്മാർക്ക്. DMK-യിലെ ഞങ്ങൾ ദ്രാവിഡരാണ്, ഞങ്ങൾ പെരിയോറുടെ പാത ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഇവറ്റകൾക്ക് വലിയ ചൊറിച്ചിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സനാതന ധർമ്മത്തെ പൂർണ്ണമായും നശിപ്പിച്ചു കളയണം എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ ആ പ്രസ്താവന. വലിയ വിലയാണ് അതിന് കൊടുക്കേണ്ടി വന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോഴിതാ ഇതേ ചൊറിച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മന്ത്രിയായിട്ടുള്ള പൊന്മുടി. അയാൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ஒரு விலை மாதவியின் வீட்டுக்கு ஒருத்தன் போறான். போகும்போது அங்க அந்த அம்மா கேட்குது, நீ பார்த்து நீங்க சைவமா வைணவமா அப்படின்னு கேட்குது. அவனுக்கு ஒன்றும் புரியல. அவன் பணம் எவ்வளோ 5 கொடு 10 கொடுன்னு கேட்டான்னா ரைட்டு. என்னடா இங்கே வந்திருக்கிறோம் நாம ஒரு விலை மாத வீட்டுக்கு நம்மளை சைவமா வைணவமான்னு கேட்குறாங்க அப்படின்னு கேட்டான். அந்த அம்மா சொல்லிச்சான், என்னம்மா ஒன்றும் புரியலையே அப்படின்ட்டான். ஒன்றும் இல்லை, சைவம்னா இப்படி வைணவம்னா இப்படின்னுச்சான். ஒன்றும் புரியல. சைவம்னா இப்படி வைணவம்னா இப்படி. ஒன்றும் புரியல. என்னவா சொல்கிற, இதுன்னா அது தீபம் விபூதி இது தானே, அதில் என்ன இருக்குது அப்படின்னா. இல்லை, சைவம்னா படுத்துக்கிறது, வைணவம்னா നിന്നുகிறது. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അയാൾ പറഞ്ഞത് എന്ന് ഈ ദൃശ്യങ്ങളുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. തമിഴ്നാട് സർക്കാരിന്റെ മന്ത്രിയായിട്ടുള്ള പൊന്മുടിയുടെ പ്രശ്നങ്ങൾ ഇതോടുകൂടി വർദ്ധിച്ചു വരികയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു പരിപാടിക്കിടെ ഇയാൾ ഹിന്ദു മതത്തെ അവഹേളിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അത് എൻ്റെ വാഗൊണ്ട് ഞാൻ പറയാത്തതാണ്, അതുകൊണ്ടാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചത്. എന്തായാലും ഹിന്ദു മതത്തെക്കുറിച്ച് അവഹേളനപരമായിട്ടുള്ള പ്രസ്താവനയാണ് അങ്ങേയറ്റം ഇയാൾ നടത്തിയിരിക്കുന്നത്. ഈ വിഷയം മദ്രാസ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മദ്രാസ് ഹൈക്കോടതി ഈ ദൃശ്യങ്ങൾ കണ്ടു, ഗൗരവമായി എടുത്ത് ഇയാൾക്കെതിരെ ഉടനെ തന്നെ FIR രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിന് പുറമെ കോടതി DGP-യിൽ നിന്ന് നടപടി റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഒരു പൊതു താൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. FIR ഫയൽ ചെയ്തില്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ കോടതി സ്വമേധയാ നടപടിയെടുക്കുമെന്നും കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി പോലീസിനോട് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ശൈവരെയും വൈഷ്ണവരെയും കുറിച്ച് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്നാണ് പൊന്മുടിക്കെതിരെയുള്ള ആരോപണം. അദ്ദേഹം സനാതൻ തിലകത്തെ ഒരു ലൈംഗിക നിലപാടിനോടാണ് താരതമ്യം ചെയ്യുന്നത്. തന്റെ പ്രസ്താവനയ്ക്ക് മന്ത്രി ക്ഷമാപണം നടത്തുകയും ചെയ്തു. ഉടനെ തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകം FIR ഫയൽ ചെയ്യുന്നതിന് പകരം ഒരു FIR മാത്രം ഫയൽ ചെയ്താൽ മതി എന്നാണ് ജഡ്ജി പറയുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മന്ത്രിയെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ഒരു പൊതു താൽപര്യ ഹർജിയാണ് വന്നത്. അപ്പോഴാണ് കോടതിയുടെ ശ്രദ്ധയിൽ ഇതും പെടുന്നത്. എന്തായാലും വ്യാഴാഴ്ച വാദം കേൾക്കുന്നതിനിടെ പൊന്മുടിയുടെ പ്രസംഗത്തിന്റെ ഈ വീഡിയോ കോടതി മുറിയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇത് കേട്ട കോടതി മന്ത്രിയുടെ പ്രസ്താവന ശരിക്കും അപക്വമാണെന്നും നിർഭാഗ്യകരമാണെന്നും പറയുകയുണ്ടായി. മന്ത്രിസ്ഥാനം വഹിക്കുന്ന ഒരാൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നടത്തിയതെന്ന് അറിയില്ല എന്നും ജഡ്ജി പറയുന്നുണ്ട്. പൊന്മുടിയുടെ വാക്കുകൾ വില്ലിൽ നിന്ന് വിട്ട അമ്പുകൾ പോലെയാണെന്ന് കോടതി പറയുന്നു. ഇനി ക്ഷമ ചോദിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥമില്ലെന്നും മറ്റാരെങ്കിലും ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ അപ്പോൾ അയാൾക്കെതിരെ 50 കേസുകളെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുമല്ലോ എന്നും കോടതി കൃത്യമായി ചോദിച്ചു. കോടതിയുടെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പരാമർശം കൂടെയുണ്ട്. അഴിമതി വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ജഡ്ജി പറഞ്ഞത്. അതുപോലെ വിദ്വേഷ പ്രസംഗവും അസ്വീകാര്യമാണ് എന്ന് പറയുന്നുണ്ട്. നടി കസ്തൂരി, BJP നേതാവ് H രാജ, അണ്ണാമല എന്നിവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയോ എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. മറുവശത്ത് പരാതി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കേസുകളിൽ കേസെടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു നിലപാട് കോടതി സ്വീകരിക്കുകയും അതിൻ പ്രകാരമാണ് ഇപ്പോൾ പൊന്മുടിക്ക് മേൽ കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.